ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് കർത്തൃനാമത്തിൽ എൻ്റെ വന്ദനം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ലീഹ കാരാഗ്രഹത്തിലായിരുന്നു. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളോടൊരുമിച്ച് ചിന്തിക്കുവാനാണ് കർത്തൃകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. പൗലോസ് ലീഹ തൻ്റെ സുവിശേഷ യാത്രയിൽ യൂറോപ്പിൽ ആദ്യമായി ഉണ്ടാക്കിയ സഭയാണ് ഫിലിപ്പിയിലെ സഭ. നമുക്കതിനെക്കുറിച്ച് പരിചയമുണ്ടാകും. അപ്പോസ്തല പ്രവർത്തികളിൽ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മക്കദോന്യയിൽ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പുരുഷൻ വന്ന് പറയുന്നതായിട്ട് പൗലോസ് ലീഹായ്ക്കൊരു ദർശനമുണ്ടാകുന്നതും താൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് പോകാതെ ഈ മക്കദോന്യയിലുള്ള ഫിലിപ്പിയിലേക്ക് പൗലോസ് ലീഹ കടന്നു പോകുന്നതും അവിടെ യഹൂദന്മാരുടെ പള്ളി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് പുഴവക്കത്ത് ചെന്നതും ലുദിയ എന്ന സ്ത്രീ മാനസാന്തരപ്പെട്ടതും എല്ലാം ഈ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസ് ലീഹ തുടങ്ങി വെച്ച ആ സഭ വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ലീഹ വളരെ നാളുകൾ അവിടെ പോകുവാൻ സാധിച്ചില്ല എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഹ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, അതിൻ്റെ താക്കോൽ വാക്യമായിട്ട് വേണമെങ്കിൽ പറയാം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. കർത്താവിൽ സന്തോഷിപ്പീൻ എന്നുള്ള ഒരു പ്രബോധനമാണ് ഫിലിപ്പിയിലുള്ള ആ സഭയ്ക്ക് കൊടുക്കുന്നത്. പൗലോസ് ലീഹയ്ക്ക് വളരെ സ്നേഹമുള്ള ഒരു സഭയായിട്ടാണ് നാം ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തൻ്റെ പ്രയാസങ്ങളിൽ തന്നെ സഹായിച്ച ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. അതിനുള്ള നന്ദിയും പൗലോസ് ലീഹ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും. 4-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്തൊരു സന്തോഷം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു വാക്യം. കാരാഗ്രഹത്തിൽ കിടന്ന് കാരാഗ്രഹത്തിന് പുറത്തുള്ള ഫിലിപ്പിയിലെ സഭയോട് പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. എങ്ങനെയാണ് തീർക്കുന്നത്? തൻ്റെ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. തൻ്റെ ധനത്തിനൊത്തവണ്ണം. എന്തെല്ലാമാണ് ഒരൊറ്റ വാക്യത്തിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ദൈവം ആരാണ്? ഈ കർത്താവ് എൻ്റെ ആരാണ്? പൗലോസ് ലീഹ അവിടെ വളരെ ഭംഗിയായിട്ടാണ് പറയുന്നത്, എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എൻ്റെ ഉടയവൻ. ഈ ഉടയവനായ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നവനാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്ന ഈ കർത്താവ് തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് പറയുന്നത്. ഈ പൗലോസ് ലീഹ ഇത് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നത് കൂടാതെ അത് പറയുമ്പോൾ തീർത്തു തരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമ്മോട് ചോദിക്കുക കൂടെയാണ് പൗലോസ് ലീഹ അവിടെ ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ
നമ്മുടെ ഭാവിയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് അനേകങ്ങളായ ആവശ്യങ്ങളുണ്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനേക തരത്തിലുള്ള ആവശ്യങ്ങൾ. അത് ശാരീരികമായിരിക്കാം, ഫിസിക്കൽ നീഡ്സ് ആയിരിക്കാം, അല്ല വൈകാരികമായിട്ട് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ആത്മീക കാര്യങ്ങളുമായിരിക്കാം, സ്പിരിച്വൽ നീഡ്സ്, ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, അല്ലെങ്കിൽ സ്പിരിച്വൽ നീഡ്സ്. മാത്രമല്ല നമുക്ക് എത്തിപ്പറ്റാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് നമുക്ക് തോന്നുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്, ഡു ഐ ഹാവ് ഇനഫ്? എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഇപ്പോഴും ഉണ്ടോ? ഡു ഐ ഹാവ് സഫിഷ്യൻ്റ്ലി ഇനഫ്? പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം പറയും, എൻ്റെ ആവശ്യത്തിന് ഉള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ കുറച്ചിരുന്ന് കഴിയുമ്പോൾ, ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നാം തന്നെ നോക്കും, ഡു ഐ റിയലി ഹാവ് എവറിത്തിങ് ദാറ്റ് ഐ നീഡ്? എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെല്ലാം എനിക്കുണ്ടോ? അന്നേരമാണ് നമുക്കൊരു പ്രയാസം വരുന്നത്. എൻ്റെ ഇന്ന കാര്യം നടന്നിട്ടില്ലല്ലോ, ഇന്ന കാര്യം നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നിട്ടില്ലല്ലോ. ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് മാറ്റിവെക്കാം. ആത്മീകമായിട്ട് നമ്മുടെ സ്പിരിച്വൽ നീഡ്സ് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ നീഡ്സ് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത് കേൾക്കുന്നവനാണ്. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി, ഒരു ഭാഗികമായ ഒരു തീർപ്പല്ല നമ്മെക്കുറിച്ച് നമുക്ക് തരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി തീർത്തു തരുന്ന, നാം ഉദ്ദേശിക്കുന്നതിലും നനയ്ക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. ഇതാണ് ഈ വാക്യത്തിലൂടെ പൗലോസ്ലീഹ ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയുന്നത്. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ക്രിസ്തുവിനോട് പറയുക. പൗലോസ്ലീഹ പറയുന്നത് അതാണ്. വിൽ ഐ ഹാവ് ഇനഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ഈ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. ഇതാ ഒരു ഉറപ്പ് മാത്രമല്ല, എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പ് മാത്രമല്ല ഇവിടെ, മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കിതെല്ലാം തരുവാൻ കഴിയുന്നവനായ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രാധാന്യം. എൻ്റെ കാര്യം എനിക്ക് കിട്ടും, പക്ഷെ അതിനേക്കാൾ ഉപരിയായി എൻ്റെ ദൈവം, ഞാൻ പിൻപറ്റി പോരുന്ന എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു ഉറപ്പ്. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ആ കരുതൽ എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഈ ദൈവത്തിൻ്റെ കരുതൽ? വാട്ട് ഈസ് ഹിസ് പ്രൊവിഡൻസ്? എന്താ ഈ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നു, പക്ഷേ എന്താണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയുന്നവനാണോ ഈ കർത്താവായ യേശുക്രിസ്തു? നമുക്ക് വേണ്ടിയ ചില കാര്യങ്ങളുണ്ട്, എന്നാലേ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വാട്ട് ഈസ് ദാറ്റ് പ്രൊവിഡൻസ്? വാട്ട് ഈസ് ദാറ്റ്, ഹൂ ഈസ് ദാറ്റ് പ്രൊവൈഡർ? നമുക്ക് മനസ്സിലായി, നമുക്കുള്ള ഒരു മഹാപുരോഹിതനാണ് ഈ പ്രൊവൈഡ് ചെയ്യുവാൻ കഴിവുള്ളവൻ. ഈ മഹാപുരോഹിതന് നമുക്ക് എന്ത് വേണമെങ്കിലും അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് എന്താണോ വേണ്ടത് എന്ന് ക്രിസ്തുവിനറിയാം. ആ ക്രിസ്തുവിനറിയുന്നത് പോലെ നമുക്ക് തരുവാൻ ശക്തനായവനാണ് ദൈവം. സോ ഹൂ ഈസ് ദിസ് പേഴ്സൺ ഹൂ ഈസ് ഏബിൾ ടു പ്രൊവൈഡ് സംതിങ് ഫോർ മീ? അത് കൃത്യമായിട്ട് നാം ആദ്യം മനസ്സിലാക്കണം. പിന്നെ എന്താണ് ഈ കരുതൽ എന്നുള്ളതാണ് പിന്നെയുള്ള കാര്യം. ഈ കരുതൽ എന്താണെന്ന് നോക്കുമ്പോൾ ഇതൊരു ആഗ്രഹം മാത്രമായിട്ട് തീരരുത്. മാത്രമല്ല, അതിനുപരിയായിട്ട് ഇത് ഒരു ദൈവത്തിൻ്റെ മഹത്വമായിട്ട് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ് നാം മനസ്സിലാക്കുന്നത്. ഈ ദൈവം നമ്മെ കരുതുന്നവനെന്ന് പറയുന്നത് എന്താണ് കരുതുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. എന്താണ് ദൈവം നമ്മെക്കുറിച്ച് കരുതുന്നത്? ഇതേ കാര്യം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ
നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിലവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയാണ് എഫേസർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ ആത്മാവ് ശക്തിയോടെ ബലപ്പെടണം. ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ശുഷ്കിച്ചിരുന്നാൽ പോരാ, ശക്തിയോടെ ബലപ്പെടണം. പൗലോസ്ലീഹായുടെ ആദ്യത്തെ പ്രാർത്ഥന അതാണ്. രണ്ടാമത് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ക്രിസ്തു ഏത് സമയവും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിനുള്ള വരം നമുക്ക് വേണം. അതാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആത്മാവ് ബലപ്പെട്ടാൽ മാത്രം പോരാ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ബലപ്പെടണം. വസിക്കുവാനായിട്ട് അവിടെ ഇരിക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. സ്നേഹത്തിൽ വേരൂന്നി നിൽക്കണം. നമ്മുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ 3:16 പൗലോസ്ലീഹ പറയുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് അളക്കുവാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള ഒരു വിശാലതയാണ് പൗലോസ്ലീഹ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ധനത്തിൻ്റെ മഹത്വം, ഈ കരുതലിൻ്റെ മഹത്വം, ഈ കരുതലിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി എത്രയോ അധികമാണെന്നാണ് പൗലോസ്ലീഹ നമ്മെ അവിടെ കാണിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ ധനം അൺലിമിറ്റഡ്. പിന്നെ എന്താണ്? ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, ദാതാവാണ്. നമുക്ക് വേണ്ടത് എന്താണ് എന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. എന്താണ് എനിക്ക് ആവശ്യം? ഞാൻ അറിയുന്നതിനേക്കാൾ എന്നെ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം ഇപ്പോഴേ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മുമ്പിൽ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ നമുക്ക് തെളിഞ്ഞു വരും നമ്മുടെ ഭാരങ്ങൾ. ആദ്യം തെളിഞ്ഞു വരുന്ന അതായിരിക്കും, എനിക്ക് അത്യാവശ്യമായി വേണ്ടത്. എൻ്റെ കർത്താവേ, ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണല്ലോ ഇത്. ഈ കാര്യം എനിക്കൊന്ന് സാധിപ്പിച്ചു തരുമോ? നമ്മോട് പറയുന്നത് കർത്താവ് നമ്മെ കാണിച്ചു തരുമ്പോൾ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് നാം ഒന്ന് ചെന്നാൽ കർത്താവ് നോക്കുമ്പോൾ ഈ ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്താണ് എന്ന് നാം നമ്മോട് ചോദിക്കുന്നത് പോലെ വിൽ ഐ ഹാവ് ഇനഫ് ഓർ ഡു ഐ ഹാവ് ഇനഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ്, ഐ ഹാവ് എവറിത്തിങ്, എനിക്കെല്ലാം ഉണ്ട്, നിനക്ക് വേണ്ടിയതെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നമുക്ക് ഭൗതികവും ആത്മീകവും ഇമോഷണലുമായിട്ടുള്ള വൈകാരികവുമായിട്ടുള്ള എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല, അത് ദൈവം നമുക്ക് തരുവാനായി റെഡിയായിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് അബ്രഹാം മോറിയാമലയിലേക്ക് പോയി. ഉൽപ്പത്തി പുസ്തകം 22:14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവ ഇരേ എന്ന് അബ്രഹാം ആ പർവ്വതത്തിന് പേരിട്ടു. എന്താണ് സംഭവം നമുക്കറിയാം. ഏകജാതനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ഒന്നും ചോദിച്ചില്ല, മകനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോയി. ഏകജാതനായ പുത്രനെ ബലി കഴിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം ഈ യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തി. കത്തി ഉയർത്തി വെട്ടുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് ഒരു വിളി, ദൈവത്തിൻ്റെ വിളി, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. പിന്നെ യാഗപീഠത്തിൽ എങ്ങനെ യാഗം കഴിക്കും? ഹീ ഈസ് എ പ്രൊവൈഡർ.
അവിടെ ഒരു ആട്ടിൻകുട്ടിയെ അവിടെ കൊടുക്കുകയാണ്, പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ആ യാഗം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ മുന്നോടി. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. യഹോവ പ്രൊവൈഡ് ചെയ്യുന്നവൻ, യഹോവ ഈരേ. നമുക്കും ഈ സമയത്ത് അബ്രഹാമിനെ പോലെ പറയുവാനായിട്ട് അനേകം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടില്ലേ? നാം നടക്കുമെന്ന് വിചാരിക്കാത്ത അനേകം കാര്യങ്ങൾ. ഇത് നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. എൻ്റെ ഈ പ്രശ്നം ഇതൊരു കീറാമുട്ടിയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ, ഒരു പരിഹാരം തരുവാൻ ആർക്കും സാധ്യമല്ല. ഇങ്ങനെ ചിന്തിച്ചു പോയ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴ് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെയുള്ള അനേകം സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് നാം അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം സകലതും പ്രൊവൈഡ് ചെയ്യുന്നവനാണ്, കരുതുന്നവനാണ്, തരുന്നവനാണ് എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മലപ്രസംഗത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ ഒരു പിതാവ് നമുക്ക് ഉണ്ട്. ആ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ സകലതും അറിയുന്നവനാണ്. ഈ അറിയുന്നവനായ പിതാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ച് എന്തിന് സമയം കളയുന്നു? എന്തിന് വിചാരപ്പെടുന്നു? ഈ വിചാരപ്പെടേണ്ട ആവശ്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് സകലതും ഒരുക്കും. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. ആ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് നാം മുൻഗണന കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ കരുതലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കാണണം. പിന്നെ ഈ കരുതൽ അത് എന്തുമാത്രമുണ്ട്, ഇതിൻ്റെ വ്യാപ്തി എന്താണ്, ഈ വെദർ ഇറ്റ് ഈസ് ഫിസിക്കലോ ഇമോഷണലോ സ്പിരിച്വലോ എന്തായാലും അതിൻ്റെ വ്യാപ്തി എന്തുമാത്രമുണ്ട്. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യത്തെ വാക്യം യഹോവ എൻ്റെ ഇടയനാകുന്നു. പൗലോസ്ലീഹ പറയുന്നത് എൻ്റെ ദൈവമോ. ദാവീദ് അവിടെ പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ ഇടയനായ യഹോവ എനിക്ക് യാതൊരു വിധത്തിലും ഒരു മുട്ട് വരുത്തുകയില്ല. ആട്ടിടയനായിട്ട് നടക്കുന്ന ദാവീദാണിത് പറയുന്നത്. യഹോവ എൻ്റെ ഇടയൻ. എത്രയോ അനുഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സകലതും പ്രൊവൈഡ് ചെയ്യുന്നവനായ, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവനായ ഒരു കർത്താവായ യേശുക്രിസ്തു. ഇമോഷണലായിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ വൈകാരികമായിട്ട് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇത് നടക്കുകയില്ല. അപ്പോഴാണ് നാം വായിക്കേണ്ടത് 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മുടെ സകല ചിന്താകുലവും ഇടുവാൻ കഴിയുന്നവനായ ഒരു കർത്താവ് ഉണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പത്രോസ്ലീഹ ഇത് പറഞ്ഞപ്പോൾ, ഈ പൊതുവിൽ എഴുതിയ ലേഖനം ഇത് എഴുതിയപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ എന്തെല്ലാമായിരിക്കാം വിചാരിച്ചിരുന്നത്? പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറും മീൻപിടുത്തക്കാരനായ പത്രോസ്, ആ പത്രോസിനെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചതും അന്ന് മീൻ കിട്ടാതിരുന്നതും
ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞതും, പിന്നെ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞതും മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വന്ന് യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞതും, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തിരിച്ചു പറഞ്ഞതും മാത്രമല്ല, കർത്താവിനെ തള്ളിപ്പറഞ്ഞതും എല്ലാം ഓർത്തുകൊണ്ടായിരിക്കില്ലേ ഈ പറഞ്ഞത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നമുക്ക് വേണ്ടതെല്ലാം തരും എന്നാണ് ഇവിടെ പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇതിൽ പരം എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ഈ നമുക്ക് കിട്ടേണ്ടിയ ഈ സമാധാനം മാത്രമാണ്. ഇനി ദൈവത്തിൻ്റെ കരുതലിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം നാം കേട്ടു. ഇനി നമ്മുടെ റെസ്പോൺസ് എന്താണ് വേണ്ടിയത്? പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ടിയത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ 3 കാര്യങ്ങൾ? കർത്താവിലുള്ള വിശ്വാസം. എന്നെ രക്ഷിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായി. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. എൻ്റെ പാപങ്ങൾ അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ശ്ലീഹ പറഞ്ഞു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോഴും, സാഹചര്യങ്ങൾ നോക്കിയാൽ സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അല്ലാത്തത് വിശ്വാസമല്ല. ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്, അത് നാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് നാച്ചുറൽ. നമ്മുടെ മുമ്പിൽ ഇപ്പോഴെന്തെങ്കിലും ഇരിക്കുന്നുണ്ട്, ആ ഇരിക്കുന്ന കാര്യം അവിടെ ഉണ്ട് എന്ന് നാം കാണുന്നു, അത് നാം ഗ്രഹിക്കുന്നു. അത് വിശ്വാസമല്ല, അതൊരു റിയാലിറ്റി നാം കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ കാണാത്ത ഒരു കാര്യം ഇവിടെ നടക്കും എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. നമുക്ക് നടക്കേണ്ടത് എന്താണെന്ന്? നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വേണം. ആ കാര്യമല്ലേ നമുക്ക് നടക്കേണ്ടത്? നാം ദൈവത്തിൻ്റെ മകനും മകളുമായി തീരണം. അത് മാത്രമല്ലേ നമ്മൾ നടക്കേണ്ടത്? അത് നടക്കുവാൻ ഉള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ സമാധാനം കിട്ടും. ഒന്ന് വിശ്വാസം. രണ്ടാമത് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ്, നടക്കാത്ത കാര്യങ്ങൾ, ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടിയത്. ഇങ്ങനെ നടന്നു കിട്ടിയ അനേകം കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. സിമ്പിളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. ഈ എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. നാം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷിക്കാതെ നടന്നു വരുമ്പോഴും, ഒരു ഇടിത്തീ പോലെ വരുമ്പോഴും സന്തോഷിക്കുക, സ്തോത്രം പറയുക, അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം വരുവാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അത് വന്നാൽ പിന്നെയുള്ളത് കിട്ടുന്നത് സമാധാനവും സന്തോഷവുമാണ്. നന്ദി, അതാണ് നമുക്ക് വേണ്ടിയ രണ്ടാമത്തെ കാര്യം. 1 വിശ്വാസം, 2 നന്ദി. മൂന്നാമത്തെ കാര്യം നമുക്ക് പലപ്പോഴും ഇല്ലാത്തതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാകുകയില്ല. നമുക്ക് കിട്ടിയത് എന്താണോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഫിസിക്കലായാലും അത് സ്പിരിച്വലായാലും നമുക്കൊരു ആത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ജീവന്റെ വഴിയിലേക്ക് നടക്കുവാൻ വരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്ക് നമ്മോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുക. ആ ഒരു ഉദാര മനസ്കത, ജനറോസിറ്റി എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം നമുക്ക്. അത് ഫിസിക്കലായിട്ടുള്ള കാര്യം, നമുക്ക് പല കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ടാകും, ദാനമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഈ നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ എത്രയോ പേരെ വേണ്ടവരുണ്ടായിരിക്കാം. ആവശ്യമുള്ളവർ, അത്യാവശ്യമുള്ളവർ, പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നില്ല.
ഒന്ന് പ്രാർത്ഥനയിൽ സഹായിച്ചുകൂടെ? എത്രയോ പേരുണ്ട് വിഷമം അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട്. ഒരു സാന്ത്വനം, ഒരാശ്വാസം, ഒരു തലോടൽ നമുക്കൊന്ന് കൊടുക്കുവാൻ സാധിച്ചാൽ, ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ദൈവം പ്രസാദിക്കുന്നതായ ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കും. ഒരു തീരുമാനം മതി, എൻ്റെ ദൈവം പ്രസാദിക്കുന്ന ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കും. നമുക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിച്ചാൽ, ഈ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ നാം ആവശ്യപ്പെട്ടാൽ, നമുക്ക് ഈ വചനം നിവൃത്തിയാകും നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹം നിറഞ്ഞ യേശുവേ, അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാനും അവിടുത്തെ വചനം കേൾക്കുവാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ല കർത്താവേ. എൻ്റെ ദൈവമേ, ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങൾക്ക് നിന്നോട് ഒരു സ്റ്റെപ്പ് അടുത്ത് വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുമെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാനും നന്ദിയോടുകൂടി ഉദാര മനസ്കതയോടെ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണമേ. ആമീൻ.